കൊൽക്കത്തയിൽ മെസ്സി പങ്കെടുത്ത ചടങ്ങിനിടെയുണ്ടായ ആക്രമണത്തിലെ അന്വേഷണം പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത മുഖ്യ സംഘാടകരെ അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും. സാമ്പത്തിക ക്രമക്കേടുകളടക്കം സംഘാടകർ നടത്തിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണം. അതേസമയം ഇന്ത്യ സന്ദർശനത്തിന് എത്തിയ മെസ്സി ഇന്ന് ദില്ലിയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അക്ഷയ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അക്ഷയ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ലോകത്തെ ഏറ്റവും വലിയ കായിക താരം ഇന്ത്യയിലെത്തിയപ്പോൾ പക്ഷേ അത് നാണക്കേട് കൂടി സംഭവിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. കൊൽക്കത്തയിൽ കണ്ടതാണ് നമ്മൾ. സ്റ്റേഡിയം തല്ലിത്തകർക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകുന്നു. അവിടെ സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് ആരോപണമൊക്കെ പുറത്തു വരികയാണ്. അതേസമയം തന്നെ മറുഭാഗത്ത് മെസ്സി ഇന്ന് ദില്ലിയിൽ പ്രധാനമന്ത്രിയൊക്കെ കാണുമെന്ന് അറിയാനും കഴിയും. തീർച്ചയായിട്ടും മനു, ഫുട്ബോൾ ഇതിഹാസം മെസ്സി ഇപ്പോഴും ഇന്ത്യയിൽ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം മെസ്സി പങ്കെടുത്ത പരിപാടി വളരെ വിവാദമായിരുന്നു. കൊൽക്കത്തയിൽ മെസ്സി പങ്കെടുത്ത ചടങ്ങിനിടെ വലിയ തോതിൽ ആക്രമണമുണ്ടായിരുന്നു. അതായത് മെസ്സിയെ കാണുന്നതിനായിട്ട് ടിക്കറ്റിന് പൈസ നൽകി ടിക്കറ്റ് എടുത്ത ഈ പരിപാടിക്കായി എത്തിയ ആളുകൾക്ക് പലർക്കും മെസ്സിയെ കാണാൻ കഴിയാതെ പോയൊരു സാഹചര്യമുണ്ടായി. ഇതിൽ പ്രകോപിതരായിട്ടാണ് ആളുകൾ ആ സ്റ്റേഡിയത്തിൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയത്. പിന്നാലെ ഈ പണം തിരികെ വേണം, ടിക്കറ്റ് തങ്ങൾ വലിയ ഭീമമായ തുക മുടക്കിയാണ് മെസ്സിയെ കാണുന്നതിനായിട്ട് ടിക്കറ്റ് എടുത്തത്, അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റിൻ്റെ പണം തങ്ങൾക്ക് തിരികെ വേണം എന്ന ആവശ്യം ഉന്നയിച്ചൊക്കെ ഇവർ വലിയ തോതിൽ പ്രതിഷേധിച്ചിരുന്നു. പിന്നാലെ മമതാ സർക്കാർ ഈ സംഭവത്തിൽ ആളുകളോട് മാപ്പ് പറയുന്നൊരു സംഭവം അടക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത മുഖ്യ സംഘാടകരെ ഈ അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും പരിശോധനയുണ്ട്. അതേസമയം ഇന്ത്യ സന്ദർശനം തുടരുകയാണ് മെസ്സിയുടെ. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദില്ലിയിൽ മെസ്സി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാവിലെ 10:45 ദില്ലിയിൽ മെസ്സി എത്തും. മെസ്സിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിൽ തന്നെയാണ് രാജ്യ തലസ്ഥാനമുള്ളത്. രാജ്യത്തിൻ്റെ നമുക്കറിയാം, ഈ അടുത്തിടെയാണ് രാജ്യ തലസ്ഥാനത്തൊരു സ്ഫോടനമടക്കം ഉണ്ടായത്. ഈ സാഹചര്യങ്ങളടക്കം വിലയിരുത്തി പഴുതടച്ച സുരക്ഷയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലടക്കം വലിയ തോതിൽ സേനയെ അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10:45 മെസ്സി ദില്ലിയിൽ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏകദേശം 50 മിനിറ്റ് നീളുന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് സെഷനിൽ മെസ്സി പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഏകദേശം 20 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കാനാണ് സാധ്യത. ഇത്തരത്തിലാണ് മെസ്സിയുടെ ഇന്നത്തെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടിക്കാഴ്ച പ്രഫുൽ പട്ടേൽ എംപിയുടെ വസതിയിൽ വെച്ചായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ത്യയിലെ അർജന്റീനൻ അംബാസഡർ മരിയാനോ അഗസ്റ്റിൻ കൗസിനോ, ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്നിവരുമായും മെസ്സി കൂടിക്കാഴ്ച നടത്തുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വൈകിട്ട് 3:30 ഫിറോസ് ഷോ കോട്ട്ലയിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാകും മെസ്സി മടങ്ങുക. അതോടൊപ്പം തന്നെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടിയിലും മെസ്സി പങ്കെടുക്കും. ഇന്നത്തോടെ ഇന്ത്യയിലെ മെസ്സിയുടെ സന്ദർശനം അവസാനിക്കുന്ന ദിനമാണ് ഇന്ന്. എന്തായാലും വലിയ തോതിൽ വിവാദങ്ങളും ശ്രദ്ധയും ആകർഷിക്കുന്ന തരത്തിലേക്ക് മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കൊൽക്കത്തയിലെ പരിപാടി വലിയ വിവാദത്തിലേക്കൊക്കെ പോയിരുന്നു. കൃത്യമായ ഒരു ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെ പോയി ഈ കൊൽക്കത്തയിലെ പരിപാടിയിൽ എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മമതാ സർക്കാരിനെ അടക്കം വലിയ തോതിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ പശ്ചാത്തലത്തിലൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കം എന്തായാലും ഇപ്പോൾ അന്വേഷണത്തിനുള്ളിലേക്ക് വരുന്നുണ്ട്. ഈ മുഖ്യ സംഘാടകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. മനു, അക്ഷയ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മെസ്സിയുടെ വരവ് ഒരു ഭാഗത്ത് ആഘോഷമാക്കുമ്പോൾ മറുഭാഗത്ത് വലിയ നാണക്കേടും സംഭവിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നാണക്കേടുണ്ടായത് കൊൽക്കത്തയിലാണ്. അവിടെ സ്റ്റേഡിയം തല്ലി തകർക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. മെസ്സിയുടെ വരവിന്റെ മറവിൽ സംഘാടകർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. വിവരങ്ങളാണ് അക്ഷയ് നൽകിയത്.